നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വായന ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. മറ്റുള്ളവരുടെ കൂടെ ആണെങ്കിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തി ഇപ്പോൾ സഹപ്രവർത്തകരുടെ കൂടെയോ കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ സ്വന്തക്കാരുടെ കൂടെയാണെങ്കിൽ പോലും ആരുടെ കൂടെ ആയാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഈ ഒരു വായനയാണ് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കാണുവാനോ സംസാരിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യമായി കാണുന്നു. അതായത് തേർഡ് പാർട്ടി അവസ്ഥകൾ വളരെ നല്ല രീതിയിൽ തന്നെ തകൃതിയായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സാന്നിധ്യമുള്ളതിനാൽ ഇവിടെ നിങ്ങൾക്ക് സ്വസ്ഥമായും വ്യക്തമായും സന്തോഷമായും സംസാരിക്കുവാനോ നേരിട്ട് കാണുവാനോ ഒന്നും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈ വ്യക്തിക്ക് എത്ര ദൂരെയാണെങ്കിലും ഏതൊക്കെ വ്യക്തികളുടെ കൂടെയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ വ്യക്തി വിഷമിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിഷമം സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ദൂരത്തെയോ നിങ്ങൾക്കിടയിലുള്ള അകൽച്ചയോ ഒന്നും തന്നെ ഇവിടെ ഒരു വിഷയമേ അല്ല. രണ്ടുപേരുടെ മനസ്സ് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അധികമായി തന്നെ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ സാധിക്കുന്നത് അതിവിദഗ്ധമായി തന്നെ പോസിറ്റീവായി മുന്നോട്ട് തിരിച്ചു വരാൻ നല്ല രീതിയിൽ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ്. ഇവിടെ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണ് നിങ്ങൾക്കിടയിൽ ഒരു വില്ലൻ കഥാപാത്രമായി രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കലഹിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ മുന്നോട്ട് പോയി. എന്നാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെ പാനപാത്രം ഈ വ്യക്തി നിങ്ങളുടെ നേർക്കും നിങ്ങളുടെ സ്നേഹത്തിന്റെ പാനപാത്രം ഈ വ്യക്തിയുടെ നേർക്കും നീട്ടുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റാരിലേക്കും നീട്ടുവാനോ മറ്റുള്ളവർക്ക് സ്നേഹം പകുത്തു കൊടുക്കുവാനോ മറ്റുള്ളവരെ നിങ്ങളുടെ സ്ഥാനത്ത് കാണുവാനോ ഈ വ്യക്തി തയ്യാറല്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു കാലഘട്ടം ഈ പ്രണയബന്ധത്തിനോ ദാമ്പത്യ ജീവിതത്തിനോ ഉണ്ടായിത്തീരുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുമായി ഒരുമിക്കുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിന് ഒരു പരിപൂർണത ലഭിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ നാല് ദിക്കിലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാല് ദിക്കുകളിലെ പ്രശ്നങ്ങളും നല്ല രീതിയിൽ തന്നെ പരിഹരിക്കുവാൻ വേണ്ടി ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാണ് ചില സമയത്ത് ഈ വ്യക്തിയുടെ അവസ്ഥ. ഒരുപാട് വ്യക്തികൾ ചുറ്റിനും ഉള്ളത് കൊണ്ട് തന്നെ സ്വതന്ത്രം അല്ലെങ്കിൽ ആ സ്വതന്ത്രമായ ചിന്താഗതികൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അനുമതി ഇപ്പോഴും ഈ വ്യക്തിക്ക് ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായും അർത്ഥവത്തായും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ചില ബ്ലാക്ക് മാജിക് എനർജികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എത്ര പേർക്ക് റീസണേറ്റ് ആകും എന്നെനിക്കറിയില്ല. എന്നാലും നമുക്ക് വന്നിരിക്കുന്ന മുഴുവനും ഊർജങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് കൂടുതലും സാധ്യത ബ്ലാക്ക് മാജിക് ഊർജങ്ങൾ തന്നെയാണ് കാണപ്പെടുന്നത്.
ഇതെല്ലാവർക്കും റീസണേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ഒരു ശക്തമായ ശത്രു ഉണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങൾ പലപ്പോഴും വളരെ വഷളാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയും പ്രപഞ്ചശക്തി തീരുമാനിച്ചു വെച്ചിരിക്കുന്നതും വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം തന്നെയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ട വ്യക്തികൾ തന്നെയാണ്. ഒരുപക്ഷെ ഇതിലേതോ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്കായിരിക്കാം. റിയൂണിയൻ നടത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. പല പ്രാവശ്യവും യാത്ര ചെയ്ത് ദൂരസ്ഥലത്ത് നിന്നും ഈ വ്യക്തിയെ കാണുവാനൊക്കെ എത്തിയിട്ടുണ്ട്. നേരിട്ട് കാണുവാൻ പലപ്പോഴും ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അടുത്തുവരെയും എത്തി, കാണാനോ സംസാരിക്കുവാനോ കഴിഞ്ഞില്ല. ഫോണിലൂടെ ആണെങ്കിലും മെസ്സേജുകളിലൂടെ ആണെങ്കിലും ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പാടുകൾ എടുത്തു, പക്ഷെ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ റിയൂണിയൻ നീങ്ങി പോകുന്നതായിട്ടാണ്, നീണ്ടു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു വൈകിപ്പിക്കലിനെ, അല്ലെങ്കിൽ ഇത് വളരെയധികം വൈകുന്നതിനെ വളരെയധികം നിങ്ങൾ വെറുക്കുന്നു. നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ട്. ചില സമയത്ത് ഇമോഷണൽ പരമായിട്ടുള്ള വളരെയധികം ബ്രേക്ക് ഡൗൺസ് ആണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആരോട് പറയാൻ, ആരോട് സംസാരിക്കാൻ, ആരുടെ മുന്നിൽ മനസ്സ് തുറക്കാൻ കഴിയും നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഈ ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തിയാണെങ്കിലും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷത്തോടെ അഭിനയിച്ചും പല സഹന വിഷമങ്ങളും എല്ലാം അനുഭവിച്ചുമൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏതോ ഒരു വ്യക്തി ശക്തമായി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രത്തോളം നെഗറ്റീവ് എനർജിയാണ് ചുറ്റിനും വട്ടമിട്ട് പറക്കുന്നതെങ്കിൽ പോലും അവയെല്ലാം നല്ല രീതിയിൽ തന്നെ നശിപ്പിക്കുവാനും തോൽപ്പിക്കുവാനും ഇഞ്ചോടിഞ്ച് പോരാടുവാൻ വേണ്ടിയിട്ടും ശക്തമായ പ്രാർത്ഥനകൾ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ വളരെ കൃത്യമായി കാണുവാൻ കഴിയുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നാൽ ഇവിടെ പോസിറ്റീവ് ഊർജങ്ങളിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം കോൺഫിഡൻസ് ആണ്. അത് നിങ്ങളുടെ മുഖം ഓർക്കുമ്പോഴും നിങ്ങളുടെ ശബ്ദം ഓർക്കുമ്പോഴും തന്നെയാണ് ഈ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് രൂപപ്പെടുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് എത്തിച്ചേരുവാനും നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ വലയത്തിലേക്ക് വന്നു ചേരുവാനും കുറച്ചധികം സമയമെടുക്കുമെന്നുള്ളതും മറ്റു പല കാര്യങ്ങളും ത്യജിക്കേണ്ടതായിട്ടുണ്ടെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു. പക്ഷെ ത്യാഗങ്ങളിലൂടെ മാത്രമേ വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം കൂടി ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയെ പിടിച്ചു വെച്ചിട്ടുള്ള പല ആളുകളെയും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ മകനാണ്, അല്ലെങ്കിൽ എൻ്റെ മകളാണ്, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള ഒരു പിടിവലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. സമൂഹത്തിലുള്ള വ്യക്തികൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിദ്യാഭ്യാസമാണെങ്കിലും ജീവിത പശ്ചാത്തലമാണെങ്കിലും മറ്റേത് രീതിയിൽ എടുത്തു നോക്കുകയാണെങ്കിലും. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിനും ആത്മീയപരമായിട്ടുള്ള യാത്രയിലും നിങ്ങൾ രണ്ടുപേരും സമതുല്യരായ രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര പേരോളം ഈ വ്യക്തിക്ക് ചുറ്റിനും വന്നാലും നിങ്ങളെ മറന്നുകൊണ്ട്, നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യവും ഇവർക്ക് ചെയ്യുവാൻ കഴിയില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും അവയിൽ നിന്നും മാറിപ്പോവുക തന്നെ ചെയ്യും. പാലാഖമാർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് അപ് ടു യു എന്നാണ്. ഈ ഒരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ വിജയിക്കണമെങ്കിൽ അത് നിങ്ങളെ തന്നെ ആസ്പദമാക്കിയിരിക്കും. നിങ്ങളെ തന്നെ, നിങ്ങളുടെ വിശ്വാസത്തെ തന്നെയാണ് ഇവിടെ വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തുന്നത്. നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം വലുതാണോ അതിലൂടെ തന്നെയായിരിക്കും വിജയവും എത്തിച്ചേരുന്നത്. പരാജയത്തെ തീർത്തും നിങ്ങൾക്ക് കീഴ്പ്പെടുത്താനാകും. പരാജയത്തെ പരിപൂർണമായിട്ടും ഈ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തേക്ക് തള്ളുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും.
ഇതിൽ ഏതൊക്കെയോ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് ബ്ലാക്ക് മാജിക് എനർജി പോകുവാനും മറ്റുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കുവാനും വേണ്ടിയിട്ട് നിങ്ങൾ ചില ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിയുന്നുണ്ട്. ഇത് ഒരു പുതിയ തുടക്കത്തിന്റെ ലക്ഷണം തന്നെയാണ്. ഈ വ്യക്തി നിങ്ങളുമായി അധികം വൈകാതെ തന്നെ സംസാരിക്കാൻ വരിക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഹൃദയം തകർന്നു പോകും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവരുടെ കൂടെ ആണെങ്കിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട്, നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ താല്പര്യപ്പെടുന്നുമുണ്ട്. നിങ്ങളുടെ സാഹചര്യവും ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും എല്ലാം ഈ വ്യക്തി കേൾക്കുവാൻ തയ്യാറാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പുതിയൊരു തുടക്കം നിങ്ങൾക്കിടയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വായന നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.